നമസ്കാരം, ബസീറ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മിൻറ്റ് അല്ലെങ്കിൽ പുതിന ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുതിന ഫ്ലേവർ സ്വീറ്റ് ആണെങ്കിലും നല്ല പഞ്ചൻ്റാണ്. പുതിനയുടെ ടേസ്റ്റ് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ കൊറിയാൻഡർ കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. ഇത് ആഫ്രിക്കൻ കൊറിയാൻഡറിൻ്റെ ചെടിയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ നല്ല പോലെ ഉണ്ടാവും. ഏത് കാലത്തും കൊറിയാൻഡർ പറിക്കാം. വിത്ത് വീണ് പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ തൈകൾ കാണും. സാധാരണ മല്ലിയേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ടേസ്റ്റാണ്. ഇവിടെ 2 തരം പുതിന ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യത്തെ കട്ടിയുള്ളതും രണ്ടാമത്തെ അഴഞ്ഞതുമാണ്. കട്ടി ചട്നി നോക്കാം. മണ്ണ് കാണും, നല്ല പോലെ കഴുകിയെടുക്കണം. നല്ല വലുപ്പമുള്ള ആഫ്രിക്കൻ കൊറിയാൻഡർ 4 ഇല എടുക്കാം. ഒത്തിരി ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നുള്ളിയെടുത്ത് പുതിന ഇല 1 പിടി, ഒരല്ലി വെളുത്തുള്ളി, വാളംപുളി ഒരു ചെറിയ രാശിക്കയുടെ അത്ര, 3 പച്ചമുളക് കുരു കളഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു പൊട്ട് കഷ്ണം ഇഞ്ചി. ഇതെല്ലാം മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം ചിരവിയ തേങ്ങ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അരയ്ക്കാൻ വേണ്ടി മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല മിനുസമായിട്ട് അരച്ചെടുക്കുക. റെഡിയായി. ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആവശ്യം പോലെ ഉപയോഗിക്കാം. നല്ല തിക്ക് ആൻഡ് സ്മൂത്ത് ഗ്രീൻ ചട്നി. എരിവും പുളിയും ഉപ്പും പിന്നെ ഈ സ്പൈസസ് എല്ലാം ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇഡ്ഡലിയുടെ കൂടെയും ഉപയോഗിക്കാം, ദോശയുടെ കൂടെയും ഉപയോഗിക്കാം, സാൻഡ്വിച്ച് പേസ്റ്റായിട്ടും നല്ലതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു സൂപ്പർ കോമ്പിനേഷൻ ആലു പറാട്ടയാണ്. ഒരു വേറെ ലെവൽ തന്നെയാണ്. രണ്ടാമത്തെ മിൻറ്റ് ചട്നി കുറച്ച് അഴഞ്ഞതാണ്. ഇത് ചാട്ടിന് ഉപയോഗിക്കാം. ഭേൽപുരി, സേവ് പുരി ഒക്കെ പോലെയുള്ള ഡിഷസിന്, സമോസ, പക്കോട ഡിപ്പായിട്ട് ഉപയോഗിക്കാം. ഇതിന് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ബേസിക് ഇൻഗ്രീഡിയൻസ് സെയിം ആണ്. പുതിന 1/2 കപ്പ്, കൊറിയാൻഡർ 3/4 കപ്പ്, ചെറിയ മല്ലിയിലയാണെങ്കിൽ 1 കപ്പ് വേണം, 2-3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ചോളം ഇഞ്ചി, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ ജീരകം പൊടി, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഒരു ചെറിയ പൊട്ട് കായം, ആവശ്യത്തിന് ഉപ്പ്, 1/2 നാരങ്ങയുടെ നീര്. പച്ചപ്പ് നിലനിർത്തും. 1/2 കപ്പ് വെള്ളവും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ഇത് റെഡി. ആവശ്യമനുസരിച്ച് ചാട്ട് ഡിഷസിൽ ഉപയോഗിക്കാം. ടേസ്റ്റിന് കുഴപ്പം വരാണ്ട് 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രഷ് ആയിരിക്കുമ്പോൾ നല്ല പച്ച കളറായിരിക്കും. ഡൈജഷനും നല്ലതാണ്, മെഡിസിനൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ഈ 2 മിൻറ്റ് ചട്നിയും നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്തോളൂ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.